പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ചിലത് വാങ്ങുവാൻ, ദൈവത്തിൽ നിന്ന് ചിലത് ചോദിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് തുറന്നു പറഞ്ഞ് ലജ്ജ കൂടാതെ മടി കൂടാതെ ഒരു കുഞ്ഞ് ഒരു അപ്പനോട് തുറന്നു പറയുന്നത് പോലെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നതനായ ദൈവത്തോട് തുറന്നു പറയുക മാത്രമല്ല, ആ വിടുതലുകൾ, ആ മറുപടികൾ സ്വർഗീയ അപ്പനിൽ നിന്ന് ഇന്ന് പകൽക്കാലം ചോദിച്ചു വാങ്ങുവാൻ, അപേക്ഷിച്ചു വാങ്ങുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. 5 വയസ്സുകാരി മേരി എന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ഒരു കൊച്ചു കുഞ്ഞിനെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. 5 വയസ്സുകാരിയാണ്. അവൾക്ക് പെട്ടെന്നൊരു പനി പിടിച്ചു. അവിടെ അമ്മ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മരുന്നെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ ഇവളെ കൊണ്ടുവിട്ടതിന് ശേഷം, കൊണ്ടാക്കിയതിന് ശേഷം ഈ മേരിയുടെ മാതാവ് ജോലിക്കായി കടന്നു പോകുവാനിടയായി. ജോലിയെല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ആ മാതാവ് ഭവനത്തിൽ വരുവാനിടയായി. ഭവനത്തിൽ വന്നതിന് ശേഷം ഈ കുഞ്ഞിന്, 5 വയസ്സുകാരി മേരി എന്ന ഈ കുഞ്ഞിന് ആഹാരമെല്ലാം കൊടുത്തു. അതിനുശേഷം കൊടുക്കുവാനുള്ള മരുന്നുകളെല്ലാം ആ കുഞ്ഞിന് കൊടുത്ത് രണ്ടുപേരും കൂടെ ഉറങ്ങുവാനായി കിടന്നു. പാതിരാത്രിയായപ്പോൾ ഈ മേരി എന്ന കുഞ്ഞിന് ദാഹിച്ചു. ആ കുഞ്ഞ് വെള്ളം ചോദിക്കുവാനിടയായി തീർന്നു. ഈ മേരിയുടെ അമ്മ അല്പം ദേഷ്യക്കാരിയാണ്. ചെറിയ ഒരു കാര്യത്തിന് പോലും ഈ മാതാവ് ദേഷ്യപ്പെടും. അങ്ങനെ ഈ പാതിരാത്രിക്ക് ഈ കുഞ്ഞ്, 5 വയസ്സുകാരി മേരി എന്ന കുഞ്ഞ് വെള്ളം ആവശ്യപ്പെട്ടു. സ്തോത്രം. ദേഷ്യക്കാരിയായ അമ്മ പറഞ്ഞു, ഇപ്പം വെള്ളമെടുത്ത് തരാൻ പറ്റുകയില്ല, കിടന്നുറങ്ങാൻ പറഞ്ഞു. സ്തോത്രം. വീണ്ടും ഈ കുഞ്ഞ് വെള്ളം ആവശ്യപ്പെട്ടു. സ്തോത്രം. വീണ്ടും അമ്മ പറഞ്ഞു, വെള്ളം നിന്റെ തൊട്ടരികിൽ തന്നെ ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ നീ എടുത്ത് കുടിക്കൂ എന്ന് പറയുവാനിടയായി. സ്തോത്രം. വീണ്ടും ഈ അമ്മ കിടന്ന്, രാവിലത്തെ തിരക്കിട്ട ജോലികൾ, കഷ്ടപ്പെട്ട ജോലികൾ ഒക്കെയായിരുന്നു. ശാരീരികമായ ക്ഷീണം നിമിത്തം ആ മാതാവ് വീണ്ടും കിടന്നുറങ്ങുവാൻ ഇടയായി. വീണ്ടും ഈ 5 വയസ്സുകാരി വീണ്ടും അമ്മേ എന്ന് വിളിച്ച്, എനിക്ക് വെള്ളം ആവശ്യമാണ്, വെള്ളം തരണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. സ്തോത്രം. വീണ്ടും അതേ കാര്യം മറുപടി ഈ മാതാവ് ആ കുഞ്ഞിനോട് പറയുവാനിടയായി. ഇനി ഞാൻ നിന്റെ അടുക്കൽ വന്നാൽ വടിയുമായിട്ടായിരിക്കും വരുന്നത്, അതിനിട വരുത്തരുത് എന്ന് പറയുവാനിടയായി. വെള്ളം നിന്റെ തൊട്ട് തലക്കീഴിൽ ഇരിപ്പുണ്ട്, എടുത്തു കുടിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഇനി ആവശ്യപ്പെട്ടാൽ ഞാൻ വടിയുമായിട്ടായിരിക്കും വരുന്നു എന്ന് പറയുവാനിടയായി. ഇത് കേട്ട ആ കുഞ്ഞ് വീണ്ടും വെള്ളം ആവശ്യപ്പെട്ടു. അമ്മേ, വടിയുമായിട്ട് വരുമ്പോഴെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കാനായി അമ്മ എടുത്തുകൊണ്ട് വരണമെന്ന് പറയുവാനിടയായി. ഇത് കേട്ടപ്പോൾ സ്തോത്രം, കോപിഷ്ഠയായ ദേഷ്യക്കാരിയായ ആ അമ്മ ആ മറുപടി കേട്ട് ചിരിക്കുവാൻ, സന്തോഷിപ്പാനിടയായി. എഴുന്നേറ്റ് ആ കുഞ്ഞ് ചോദിച്ചതായ വെള്ളം ആ മാതാവ് അവൾക്കെടുത്ത് കൊടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ചോദിക്കണം. ആദ്യത്തെ ചോദ്യത്തിനോ ആദ്യത്തെ പ്രാർത്ഥനയ്ക്കോ ആദ്യം ഒരു പ്രാവശ്യം മുഴങ്കാൽ മടക്കി കണ്ണുനീരൊഴുക്കിയത് കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് വന്നേക്കാം. ആമേൻ. ലൂക്കോസ് വിശേഷം അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ആമേൻ. സ്തോത്രം. അവിടെ വായിക്കുന്നു, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൾ സ്നേഹിതനാകുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് പറഞ്ഞു. ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് പകൽ ലജ്ജ കൂടാതെ 18-ാം അധ്യായത്തിൽ ലൂക്കോസിൽ വായിക്കുന്നു, മടുത്തു പോകാതെ, ലജ്ജ കൂടാതെ, മടുപ്പ് കൂടാതെ ദൈവത്തോട് ചോദിക്കാമെങ്കിൽ സ്വർഗം നമ്മുടെ വിഷയത്തിന് നടുവിൽ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് അത്ഭുതങ്ങളെ നമുക്ക് ചെയ്യുവാനിടയായിത്തീരും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മനോഹരമായൊരു ദിവസം ഞങ്ങളുടെ ആയുസ്സിൽ ദാനമായി നൽകിയതിനായി സ്തോത്രം. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മാന്യപ്രേക്ഷകരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒന്നിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.